ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരി കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചതാണിത്. പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചു, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിയില, പുതിനയില കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ആ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടാകുമ്പോൾ അതിൽ നെയ്യിട്ട് അതിൻ്റെ അകത്തേക്ക് അരി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ വായിലിട്ടിട്ട് ഒന്ന് കടിക്കുമ്പോൾ പൊട്ടുന്ന ആ ഒരു വിധത്തിലാവണം. അപ്പോൾ അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനെ തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പം സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചോറാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള നല്ല ഫ്രൈ ആക്കിയിട്ട് ബ്രൗൺ കളർ ആവുന്ന പോലെ ആക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സവാള, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിനാവശ്യമായ ഉപ്പും മസാലയും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിനെ അടച്ചു വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു എണ്ണ തെളിയുന്ന ആ ഒരു രൂപത്തിലാവും. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൗൺ കളറായിട്ടുള്ള നമ്മുടെ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതും കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ മസാല റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചോറിലേക്ക് നമ്മൾ ഈ മസാല ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെയറായിട്ട് നമ്മൾ കുറച്ച് ചോറിട്ട് പിന്നെ അതിനകത്തേക്ക് മസാല ഇട്ട് വീണ്ടും ചോറിട്ടു, അങ്ങനെ ലെയറായിട്ട് ആക്കിയെടുത്ത് അതിനെ അടച്ച് ഒരു 5 മിനിറ്റ് നമ്മുടെ ഒന്ന് ദം എന്താ പറയുക സിമ്മിലിട്ടിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ സെറ്റായി വന്ന ബിരിയാണി നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ചട്നിയും സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, നല്ല കട്ട തൈര് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ സാലഡിന് വേണ്ടിയിട്ട് കുക്കുംബറും, ക്യാരറ്റ്, തക്കാളി, സവാള, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല കട്ട തൈരും കൂടി ഇട്ടിട്ട് നല്ല സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.